നമസ്കാരം. ബംഗാളിൽ അതിജീവനത്തിനായി പോരാടുന്ന CPM-ഉം ഇടതുപക്ഷവും സാധ്യമായ എല്ലാ പ്രചരണ തന്ത്രങ്ങളും പയറ്റുന്ന ഒരു തിരഞ്ഞെടുപ്പാണിത്. അതിനുള്ള കാരണം ബംഗാളിൽ മാളിക മുകളിലായിരുന്ന CPM-ന്റെ ഇന്നത്തെ അവസ്ഥ തോളിൽ മാറാപ്പുമായി ഒന്നുമില്ലാതെ നിൽക്കുന്നവന്റെ അവസ്ഥയാണ്. ഈ അവസ്ഥയ്ക്ക് കാരണം പാർട്ടിക്ക് തുടർച്ചയായി ലഭിച്ച ഭരണത്തിൻ കീഴിൽ ചില നേതാക്കളെങ്കിലും അഹങ്കാരികളും ജനങ്ങളെ മറക്കുന്നവരുമായി തീർന്നിരുന്നു. ഇതൊക്കെ തന്നെയാണ് 2011 ശേഷം പാർട്ടിയെ താഴേക്ക് വലിച്ചിറക്കിയത്. എന്നാൽ CPM ഭരണകാലത്ത് വർഗീയ പ്രശ്നങ്ങളും കലാപങ്ങളും കുറവായിരുന്നു എന്നുള്ളത് വാസ്തവം തന്നെയാണ്. ജ്യോതി ബസുവിന് ശേഷം വന്ന ഭരണകർത്താക്കളുടെ പ്രവൃത്തികളും ജനങ്ങളെ പാർട്ടിയിൽ നിന്ന് അകറ്റുകയുണ്ടായി. നന്ദിഗ്രാം സിന്ദൂർ വിഷയങ്ങൾ കൂടി വന്നതോടുകൂടി പാർട്ടി അനുഭാവികൾ വരെ പാർട്ടിക്കെതിരായി തിരിഞ്ഞതും CPM-ന്റെ തകർച്ചയ്ക്ക് കാരണമായി. 15 വർഷങ്ങൾക്കിപ്പുറം നിയമസഭയിലോ ലോകസഭയിലോ ഒറ്റ സീറ്റ് പോലുമില്ലാത്ത അവസ്ഥ വരെയെത്തി CPM, അതോടൊപ്പം തന്നെ ഇടതുപക്ഷ പാർട്ടികളും. എന്നാൽ പാർട്ടിയെ സ്നേഹിക്കുന്ന, നിവൃത്തിയില്ലാതെ മമതയ്ക്കും BJP-ക്കും വോട്ട് ചെയ്യുന്ന ധാരാളം പേർ ഇപ്പോഴും ബംഗാളിലുണ്ടെന്നുള്ളത് സത്യമാണ്. അത് മനസ്സിലാക്കി തന്നെയാണ് CPM-ന്റെ യുവ നേതാക്കൾ, പ്രത്യേകിച്ച് വിദ്യാർത്ഥികൾ, പാർട്ടിയെ തിരികെ കൊണ്ടുവരുവാൻ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിയത്. മീനാക്ഷി മുഖർജിയുടെ നേതൃത്വത്തിൽ SFI DYFI നേതാക്കൾ ബംഗാളിൽ വീടുവിടാന്തരം ഇറങ്ങി പ്രവർത്തിക്കുകയും കോവിഡ് കാലത്ത് ജനങ്ങൾക്ക് സഹായമായി നിന്നതുമാണ് കഴിഞ്ഞ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ CPM-നും ഇടതുപക്ഷത്തിനും സഹായകമായത്. ഇതുകൊണ്ട് തന്നെയാണ് പാർട്ടി വീണ്ടും തിരിച്ചുവരവിന്റെ സാഹചര്യം കാണിച്ചു തുടങ്ങിയതും. കഴിഞ്ഞ ജനുവരിയിൽ നടന്ന ഇൻസാഫ് റാലിയിലെ ലക്ഷങ്ങളുടെ പങ്കാളിത്തം മമതയെയും BJP-യെയും തൊല്ലെന്നുമല്ല അങ്കലാപ്പിലാക്കിയത്. ഈ ജനബാഹുല്യം ഈ തിരഞ്ഞെടുപ്പിൽ പാർട്ടിക്ക് ഗുണമാക്കുമെന്നാണ് CPM കരുതുന്നത്. ഇടതുപക്ഷത്തു നിന്ന് 30 പേർ മത്സരിക്കുന്ന ഈ തിരഞ്ഞെടുപ്പിൽ 15 പേരും പുതുമുഖങ്ങളും യുവാക്കളുമാണ്. പലരും 35 വയസ്സിന് താഴെയുള്ളവരുമാണ്. ഇതിൽ 5 പേർ സ്ത്രീകളാണെന്നുള്ളതാണ് വാസ്തവം. സാധ്യമായ എല്ലാ പുതിയ പ്രചരണ തന്ത്രങ്ങളും ഉപയോഗിച്ച വോട്ട് തേടുന്ന തന്ത്രമാണ് ഇക്കുറി ഇടതുപക്ഷവും CPM-ഉം ബംഗാളിൽ കാണിക്കുന്നത്. ഏറ്റവും പുതിയ സാങ്കേതിക വിദ്യയായ AI സംവിധാനം ഉപയോഗിച്ചും പ്രചരണം നടത്തുന്നുണ്ട്. ബോളിവുഡ് ഗാനങ്ങൾ ഉൾപ്പെടുത്തിയുള്ള പ്രചരണവും വീടുവിടാന്തരം കയറിയുള്ള പ്രചരണവും CPM-ന് വലിയ മുന്നേറ്റം നടത്തുന്നുണ്ടെന്നാണ് യുവ നേതാക്കൾ അവകാശപ്പെടുന്നത്. ഇത് കാരണം CPM-ന് ഇപ്പോൾ വലിയ സ്വീകാര്യത ബംഗാളിൽ പ്രത്യേകിച്ച് യുവജനങ്ങൾക്കിടയിലും അതോടൊപ്പം തന്നെ മുൻപ് പാർട്ടിയിൽ നിന്നും വിട്ടുപോയവർക്കിടയിൽ നിന്നും ലഭിക്കുന്നുണ്ടെന്നും യുവ നേതാക്കൾ അവകാശപ്പെടുന്നു. മീനാക്ഷി മുഖർജി, ദീക്ഷിത ദർ, ശ്രീജൻ ഭട്ടാചാര്യ തുടങ്ങിയവരെല്ലാം പ്രചാരണത്തിൽ മുൻപന്തിയിലാണ്. കഴിഞ്ഞ പഞ്ചായത്ത് ഇലക്ഷനിൽ നേടിയ മുന്നേറ്റം നിലനിർത്തിയാൽ പാർട്ടി 5 സീറ്റുകൾക്ക് മുകളിലേക്ക് പോകുമെന്നാണ് ഈ നേതാക്കൾ പറയുന്നത്. സോഷ്യൽ മീഡിയ ഇപ്രാവശ്യം കൈകാര്യം ചെയ്യുന്നതിൽ ബംഗാളിൽ CPM തന്നെയാണ് മുന്നിൽ. പഴഞ്ചൻ പ്രചരണ രീതികൾ മാറ്റി പുതിയ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച പുതിയ വോട്ടർമാരെയും വിട്ടുപോയവരുമായ വോട്ടർമാരെ തിരികെ എത്തിക്കാൻ സാധിച്ചിട്ടുണ്ടെന്നും CPM പറയുന്നു. ഇത് തന്നെയാണ് ഇപ്രാവശ്യം ബംഗാളിൽ CPM-ന് പ്രചരണ രംഗത്ത് വലിയ മുന്നേറ്റം നേടിക്കൊടുത്തിരിക്കുന്നത്.